ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാനിന്നിവിടെ മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതായത് അതിലേക്ക് നമുക്ക് തക്കാളി സോസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും പഞ്ചസാരയും വെളുത്തുള്ളിയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത തക്കാളി ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. അതായത് കുറുകി വരുന്നത് വരെ ഒന്ന് വറ്റിക്കുക. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗമേ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഫുള്ളായിട്ട് മക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3-4 മിനിറ്റ് ഒന്ന് വേവിക്കുക കേട്ടോ. കൂടുതലായിട്ട് വെന്ത് പോവരുത്. അപ്പോൾ നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു പുട്ടിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്ന് നന്നായി തോരട്ടെ. അതിനുശേഷം ഞാൻ സ്റ്റൗവിലൊരു കുക്കറാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വലിയ ഉള്ളി ഒരു പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ മക്രോണി വേവിച്ചപ്പോൾ അത്യാവശ്യം ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഉള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല ഇടും കേട്ടോ. എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വെറും മഞ്ഞളും മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മസാലയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മസാലകൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ തക്കാളി സോസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും സോസും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി മക്രോണി നന്നായിട്ടൊന്ന് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.